Xylem Learning Amrita Miss ആണ്. അപ്പോൾ മക്കളെ നമ്മൾ എല്ലാവരും അല്ലേ നല്ല പ്രിപ്പറേഷനിലാണ്. നമ്മുടെ LSS എക്സാമും അതേപോലെ തന്നെ ആനുവൽ എക്സാം ഇങ്ങ് എത്താറായി. അപ്പോൾ ഈ രണ്ട് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയി അറിഞ്ഞിരിക്കേണ്ട ഒരു 5 ചോദ്യങ്ങൾ വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഇവിടെ നോക്കാം, വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രൊഡക്റ്റ് ഓഫ് 1, 2, 3, 4 up to 9? അതായത് 1 മുതൽ 9 വരെയുള്ള നമ്പറുകൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിലെ യൂണിറ്റ് ഡിജിറ്റ്, അതായത് ഒറ്റ സംഖ്യ, ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. അതായത് നമുക്കറിയാം ഇത്രയും വലിയൊരു നമ്പർ, ഇത്രയും നമ്പറുകൾ ഗുണിച്ചാൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? വലിയൊരു നമ്പർ ആയിരിക്കും. ഈ നമ്പറിന്റെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക? 1 into 2 അല്ലെ, 1 ഗുണിക്കണം 2 2, 2 ഗുണിക്കണം 3 6, 6 ഗുണിക്കണം 4 24, അങ്ങനെ 9 വരെ ഗുണിക്കണം എന്നല്ലേ? എന്നാൽ വേണ്ട, ഇതിൽ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്താൽ നമുക്ക് ഉത്തരമായി. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 എന്ന് പറയുന്ന നമ്പർ എൻ്റെ മക്കൾ കാണുന്നുണ്ടല്ലോ, അതേപോലെ 2ഉം 5 ഗുണിക്കണം 2 എത്രയാണ്? നമുക്കറിയാം 5 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 5 ഗുണിക്കണം 2 10 ആണ്. ഈ 10ന്റെ യൂണിറ്റ് ഡിജിറ്റിൽ ആരായിരിക്കുന്നേ? 0. അപ്പൊ നമ്മുടെ അവസാനത്തെ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് 5 into 2 നമ്മൾ എങ്ങനെയായാലും 5നെ 2 കൊണ്ട് ഗുണിക്കേണ്ടി വരും. 5 into 2 10 ആണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഏത് നമ്പറിനെ 0 കൊണ്ട് ഗുണിച്ചാലും യൂണിറ്റ് ഡിജിറ്റിൽ ആര് മാത്രമേ വരത്തുള്ളൂ? 0 മാത്രമേ വരുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. ജനശതാബ്ദി എക്സ്പ്രസ് ലെഫ്റ്റ് കോഴിക്കോട് at 6:15. 6:15 എന്ത് ചെയ്തു? ജനശതാബ്ദി വിട്ടു. ആൻഡ് റീച്ച് തിരുവനന്തപുരം at 1:45. 1:45 തിരുവനന്തപുരത്തെത്തി. ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു ട്രാവൽ? ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 6:15 എന്ന് പറയുന്നത് മോർണിംഗ് ആണ് അല്ലെ? റെയിൽവേ ടൈമിൽ 6:15 എന്ന് പറയുന്നത് മോർണിംഗ് ആണ്. 6:15 മുതൽ 1:15 വരെ എത്ര മണിക്കൂറാണ്? 6:15 മുതൽ 1:15, 6:15 മുതൽ 1:15 വരെ എത്രയാണ്? 7 മണിക്കൂറാണ്. 6:15 മുതൽ 1:15 വരെ 7 മണിക്കൂർ, 7 hours. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ കിട്ടി? 6:15, 7:15, 8:15, 9, 10, 11, 12, 1, 7 മണിക്കൂർ. ഇനി 1:15 മുതൽ 1:45 വരെ എത്രയാണ്? 30 minutes. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? 7 hours 30 minutes. ഇത്രയും ചെയ്യാനുള്ളൂ. സിമ്പിൾ ചോദ്യമാണ് അല്ലെ? അടുത്തതിലേക്ക് പോവാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? നമുക്കൊരു പാറ്റേൺ ഉറപ്പിക്കാം. LSS എക്സാമിന് പാറ്റേണിൽ നിന്ന് ചോദ്യം എന്തായാലും വന്നിരിക്കും. 11, 14, 20, 29. നെക്സ്റ്റ് നമ്പർ എത്ര? ഇതാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ 11നോട് 11 + 3 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 14 കിട്ടുന്നത്. അതേപോലെ തന്നെ 14ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 6 ആഡ് ചെയ്തപ്പോഴാണ് 20 കിട്ടുന്നത്. ഇനി 20യുടെ കൂടെ 9 ആഡ് ചെയ്തപ്പോഴാണ് 29 കിട്ടുന്നത്. അതായത് 3 ആഡ് ചെയ്യുന്നു, 6 ആഡ് ചെയ്യുന്നു, 9 ആഡ് ചെയ്യുന്നു. അപ്പൊ ഇനി അടുത്തത് ആരെയായിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടി വരിക? 1 3s are 3, 2 3s are 6. അതായത് 3ന്റെ ഗുണിതങ്ങളാണ്. 3, 6, 9. അപ്പൊ അടുത്തത് എന്തായിരിക്കും? 4 × 3 12 അല്ലേ? ഇത് 3 × 3 ആണ്. അടുത്തത് എന്തായിരിക്കും? 4 × 3 12. 29 + 12 എത്ര വരും? 41. ഉത്തരം 41. പാറ്റേൺ ഉറപ്പായിട്ട് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ഫസ്റ്റ് സെപ്റ്റംബർ ഫോൾസ് ഓൺ ഫ്രൈഡേ. ഫ്രൈഡേ ആണ് സെപ്റ്റംബർ 1 എന്ന് പറയുന്നത്. ഫ്രൈഡേ സെപ്റ്റംബർ 1. ഹൗ മെനി സൺഡേസ് ആർ ദെയർ ഇൻ സെപ്റ്റംബർ? സെപ്റ്റംബറിൽ എത്ര ഞായറാഴ്ചകൾ ഉണ്ട് എന്നാണ് ചോദ്യം. 1-ാം തീയതി ഫ്രൈഡേ ആണെങ്കിൽ സാറ്റർഡേ 2-ാം തീയതി ആയിരിക്കും, സൺഡേ 3-ാം തീയതി ആയിരിക്കും അല്ലേ? 1-ാം തീയതി ഫ്രൈഡേ ആണെങ്കിൽ 2-ാം തീയതി സാറ്റർഡേ, 3-ാം തീയതി സൺഡേ. ഇനി അടുത്ത സൺഡേ കാണാൻ നമ്മൾ എന്ത് ചെയ്യും? +7 ചെയ്യും. അതിൻ്റെ അടുത്ത സൺഡേ +7, അതിൻ്റെ അടുത്ത സൺഡേ +7, അതിൻ്റെ അടുത്ത സൺഡേ +7, 31st. പക്ഷേ നമുക്കറിയാം സെപ്റ്റംബറിൽ എത്ര ദിവസങ്ങളേ ഉള്ളൂ? 30 വരെയേ ഉള്ളൂ, 31 ഇല്ല. സെപ്റ്റംബർ എന്ന് പറയുന്നത് 30 ദിവസങ്ങളുള്ള ഒരു മാസമാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സെപ്റ്റംബറിൽ 30 ദിവസമേ ഉള്ളൂ, 31 ഇല്ല. അതുകൊണ്ട് തന്നെ എത്ര ഞായറാഴ്ചകൾ ഉണ്ടാവും? 1 2 3 4 4 സൺഡേസ്. 4 ഞായറാഴ്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ യൂസിങ് 4-digit 0
2 4 6 0 2 4 6 ഇവ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്കറിയാം, ചെറിയ സംഖ്യ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതും. അപ്പൊ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമ്പോൾ 0 2 4 6 എന്നാണ് വരിക. പക്ഷേ ആദ്യത്തെ അക്കം 0 വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് 3 അക്ക സംഖ്യയായിട്ട് മാറും. ഈ 0ന് വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളോട് 3 അക്ക സംഖ്യ ഉണ്ടാക്കാനല്ല പറഞ്ഞത്, 4 അക്ക സംഖ്യ എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവരെ ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യും. അപ്പൊ എന്ത് വരും? 2 0 4 6. ഇതാണ് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. ഈ 4 നമ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് എല്ലാ ചോദ്യങ്ങളും പഠിച്ചല്ലോ. അപ്പൊ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഇനിയും വരും. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക, സൂപ്പർ ആയിട്ടിരിക്കുക. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.